ഇന്നലെ വരെ രണ്ട് കുടുംബത്തിലെ രണ്ട് വ്യക്തികളായിരുന്ന ടോണിമോനും റോസ്മോനും ഇന്നു മുതൽ അവരൊരു കുടുംബമാകുവാൻ വേണ്ടിയുള്ള ആ കടമ്പയിൽ ആദ്യത്തെ ചവിട്ടുപടി ചവിട്ടി കയറുകയാണ്. ടോണി ആൻഡ് റോസ്. ടോണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്റ്റൈലിഷ് മാൻ. അവൻ്റെ അക്ഷരാർത്ഥത്തിൽ കറക്റ്റാണ്. അവൻ ഇച്ചിരി സ്റ്റൈൽ തന്നെയാണ്, ഇച്ചിരി വൃത്തി കൂടുതലുള്ള വ്യക്തിയാണ്. എല്ലാം കൊണ്ട് നല്ലൊരു ദുശീലങ്ങൾക്കോ അല്ലെങ്കിൽ അവനെ പോലത്തെ ഒരു പയ്യൻ വായിക്കാതെ ഇല്ലാന്ന് തന്നെ പറയാം. അത് നിങ്ങൾ അറിയാൻ പാടുള്ളത് അടുത്തറിയുമ്പോൾ മനസ്സിലായില്ലേ. അടുത്തത് റോസ്. റോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൗരഭ്യം വരുത്തുന്ന ഒരു പുഷ്പമാണ്. ആ മോള് അവരുടെ കുടുംബത്തില് സൗരഭ്യമായിരുന്നു. ഇനി മുതൽ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ അവരുടെ സൗരഭ്യം വരുത്താൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എന്നോട് പറഞ്ഞു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കല്ല, നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അപ്പം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി, ഇനിയുള്ള കാര്യങ്ങളെല്ലാം